BJPയുടെ വോട്ട് കുറഞ്ഞതാണ്, താഴേക്ക് പോയതാണ്. ആ BJPയുടെ വോട്ട് കുറഞ്ഞതിൽ ഏറ്റവും സങ്കടപ്പെടുന്ന ആള് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം അതാണ് അവിടെ വയനാട് വലിയ തോതിൽ പിന്നോട്ട് പോയി. CPMന്റെ വോട്ട് വളരെ വളരെ താഴോട്ട് പോയി വയനാട്. ഇവിടെ ആ മൂന്നാം സ്ഥാനം നിലനിർത്തി. 1000 വോട്ട് 900 ചില്ലാൻ വോട്ട് കൂടിയെന്നാ പറയുന്നത് 2021-നേക്കാൾ. 2021 ശേഷം 15,000-ഓളം പുതിയ വോട്ട് എൻറോൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ CPMന് ഷെയർ ഒന്നുമില്ല. 15,000-ഓളം പുതിയ വോട്ട് എൻറോൾ ചെയ്തിട്ടുണ്ട്, അതിൽ ഷെയർ ഇല്ലേ? എന്നിട്ട് പറയാണ്, എന്നിട്ടൊരു വ്യാപകമായ പ്രചരണം SDPIയുടെ സഹായത്തോടു കൂടിയാണ് ജയിച്ചത്. ഞാൻ വളരെ കൃത്യമായിട്ട് ചോദിച്ചു, അതായത് BJPയുടെ വോട്ടാണ് 11,000-ഓളം വോട്ട് കുറഞ്ഞത്. അതിന്റെ അതിൽ നിന്നുള്ള ഷെയറാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ആ വോട്ടാണ് ഞങ്ങൾ പാലക്കാട് ടൗണിൽ ഞങ്ങൾക്ക് BJPക്ക് ശ്രീധരന് പോയ വോട്ടിലെ ഒരു വലിയ ശതമാനം വോട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചു ലഭിച്ച് അദ്ദേഹത്തിന് ഇതുപോലുള്ള ഉജ്ജ്വലമായ വിജയം ഉണ്ടായത്. ശ്രീധരന് പോയ വോട്ട് SDPIയുടെയും അതുപോലെ വെൽഫെയർ പാർട്ടിയുടെ വോട്ടാണോ കഴിഞ്ഞ പ്രാവശ്യം പോയത്? അതല്ലേ ഞങ്ങൾക്ക് കൂടുതലായി കിട്ടിയത്. ഈ പ്രാവശ്യം കൂടുതലായി കിട്ടിയത് 6,000 വോട്ട് പോളിംഗ് കുറഞ്ഞു, 11,000 വോട്ട് BJPയുടെ കുറഞ്ഞു. ബാക്കിയുള്ള 5,000-ഓളം വോട്ടാണ് ഞങ്ങൾക്ക് കൂടുതലായിട്ട് കിട്ടിയത്. ആ വോട്ട് SDPIയുടെ വോട്ടാണ്. എന്നിട്ട് ചില മാധ്യമങ്ങൾ മനഃപൂർവ്വമായിട്ട് ഈ CPMുമായി ചേർന്നിട്ട് ഒരു അജണ്ട സെറ്റ് ചെയ്യാണ്. ഈ വിജയത്തിന്റെ ഗ്രേസ് കളയാൻ വേണ്ടിയിട്ട് ചിലർ ശ്രമിക്കുകയാണ്. ഈ വിജയം തന്നെയാണ്. CPM മനസ്സിലാക്കേണ്ടത്, CPM പാലക്കാട് ദയനീയമായ 3-ാം സ്ഥാനത്തേക്ക് പോയി അല്ലേ? പാലക്കാട് ചേലക്കരയിൽ അവർ 40,000 വോട്ടിന് ജയിച്ച സീറ്റിൽ അവരുടെ ഭൂരിപക്ഷം 12,000-ആയി കുറഞ്ഞു, 21,000 വോട്ട് നഷ്ടപ്പെട്ടു. 75,000-ഓളം വോട്ട് വയനാട് കുറഞ്ഞു. എന്നിട്ട് പറയാണ് ഒരു ജനവിരുദ്ധ ആന്റി ഇൻകംബൻസി ഇല്ല എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു, അങ്ങനെ അവർ വിശ്വസിക്കാതെ അങ്ങനെ വിശ്വസിക്കട്ടെ, അതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് പറയാനാണ്. പിന്നെ BJPയുടെ കാര്യം പറഞ്ഞാൽ ഞാനതൊന്നും പറയുന്നില്ല. ഇലക്ഷന് മുമ്പ് പറഞ്ഞു VD സതീശൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കേണ്ടി വരും, കോൺഗ്രസ് 3-ാം സ്ഥാനത്ത് പോകും, പാലക്കാട് എല്ലാം BJP സംസ്ഥാന പ്രസിഡന്റാണ്, എനിക്ക് കണ്ടകശനിയാണ്, എന്നെ കൊണ്ട് കണ്ടകശനി പോകുള്ളൂ എന്ന്. ഞാൻ വേറൊരു പാർട്ടിയിലെ ആഭ്യന്തര കാര്യത്തെക്കുറിച്ചൊന്നും സാധാരണ പറയാറുള്ള ആളല്ല. അദ്ദേഹം പറഞ്ഞതെല്ലാം ശരിയാണ്, പക്ഷെ എന്നെയല്ല അദ്ദേഹത്തെയും BJPയാണ് ബാധിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു വ്യത്യാസം മാത്രം. അത്രമാത്രം പരിമിതമായ വാക്കുകളോടുകൂടി ഞാനതിന് മറുപടി പറയുന്നു. പരിമിതമായ വാക്കുകളോടുകൂടി. കാരണം അദ്ദേഹം അത്ര ഇതായിട്ടാണ് പറഞ്ഞത്. CPMും BJP നേതാക്കളും ഒരേപോലെയാണ്. വ്യക്തിപരമായി എനിക്ക് നേരെ പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ അവസാനം വരെ ആക്രമണം നടത്തി. ഞാനത് ഗൗരവമായി എടുക്കുന്നില്ല, എനിക്കതിൽ പ്രതിഷേധമില്ല, വിഷമവുമില്ല. പക്ഷെ സംഭവിച്ചത് എവിടെയാണ് എന്ന് നിങ്ങൾ പരിശോധിച്ചാൽ മാത്രമാണ്.